കുണ്ടറയിലെ സിയാദിന്റെ മരണം തുടക്കം മുതൽ പോലീസ് അട്ടിമറിക്കാനുള്ള നീക്കം സജീവമായി നടത്തി. ആദ്യം പോലീസ് പറഞ്ഞത് തങ്ങൾ മർദ്ദിച്ചിട്ടില്ലെന്ന്. അത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, താൻ അതിന് ദൃക്സാക്ഷിയായിരുന്നു. മർദ്ദിക്കുന്നത്, ശ്രീജിത്ത് മർദ്ദിക്കുന്നത് താൻ കണ്ടു. വനിതാ പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്നില്ല. രാത്രി 12 മണിക്ക് തന്നെ കൂടി കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് വീട് ഐഡൻറ്റിഫൈ ചെയ്തത്. 12 മണിക്കാണ് സിയാദിനെ അവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതേസമയം ഈ സിയാദിനെ മറ്റൊരാൾ മർദ്ദിച്ചു എന്നുള്ള ഒരു വ്യാജമൊഴിയും പുറത്തു വന്നു. പോലീസ് ഇതിനെ തയ്യാറാക്കിയ ഒരു മൊഴി, അത് ഈ സിയാദിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ പേരിൽ ചമച്ചുകൊണ്ടായിരുന്നു പോലീസ് അത് പൊതുസമൂഹത്തെ അറിയിച്ചത്. ഇന്ന് ആ മൊഴി മുഴുവനും അതേപോലുള്ള മൊഴികളെല്ലാം മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നു, ആഭ്യന്തരമന്ത്രി ഏറ്റെടുക്കുന്നു. ഒരു ഗവൺമെൻറ് എടുത്ത് മുൻവിധിയോടുകൂടി അത് മുഴുവനും അന്വേഷണത്തെ അട്ടിമറിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ കോമാളികളാക്കുന്ന തരത്തിലായിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ, മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഇന്നത്തെ മുൻവിധിയോടെയുള്ള പ്രഖ്യാപനം. അവർ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരാൾ കൂടി മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു യുവാവിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെച്ച് പോലീസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക, കസ്റ്റഡി മരണം സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തുക, ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇപ്പോൾ എന്നോടൊപ്പം ആ യുവാവ് തന്നെ ഉണ്ട്. എപ്പോഴായിരുന്നു അവസാനമായി, അല്ലെങ്കിൽ എന്നാണ് ഈ ഇദ്ദേഹത്തെ കാണുന്നത്, സിയാദിനെ? അത് പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ, അതിന് മുമ്പ് 3 ആഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ കാണുന്നത്. ഞാൻ പ്രേമിക്കുന്ന പെണ്ണാണ് പാർവതി. പാർവതിയുടെ അച്ഛനുമായിട്ട് വീട്ടിൽ വന്നായിരുന്നു. അന്ന് മഴയായിരുന്നു. അപ്പം ഓട്ടോയിൽ വീട്ടിൽ വന്ന് ഓട്ടോയിലിരുന്നേ, അങ്ങനെ ഫോൺ മേടിക്കാനാണ് വന്നത്. ഞാൻ ഫോൺ കൊടുത്തു വിട്ടു. അന്ന് കണ്ടതേ ഉള്ളൂ, ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ജോലിക്ക് പോകും, രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വീട്ടിലേ വരുത്തുള്ളൂ. ആ തീയതി ഓർമ്മയുണ്ടോ? തീയതി എനിക്ക് ഓർമ്മയില്ല. അതായത് ഈ പോലീസ് സിയാദിനെ പിടിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് അല്ലെ? 3 ആഴ്ചയ്ക്ക് മുമ്പ്. പിന്നെ സിയാദിനെ കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. ഇല്ല, ഒരിക്കലും കണ്ടിട്ടില്ല. എന്ത് അതിന് സിയാദോട്ട് എന്തെങ്കിലും വ്യക്തിപരമാകുമ്പോ പ്രശ്നങ്ങളോ നിങ്ങൾക്കുണ്ടോ? ഞാൻ അതിന് വിളിക്കത്ത പോലും, സിയാദിനെ അങ്ങോട്ടും വിളിക്കത്തില്ല, ഇങ്ങോട്ടും വിളിക്കത്ത പോലും. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ഒറ്റ ദിവസം ആ ഫോൺ മേടിക്കാൻ വന്നപ്പോൾ കണ്ടതേ ഉള്ളൂ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അത് മറ്റൊരാൾ, അതായത് താങ്കൾ ഈ സിയാദിനെ മർദ്ദിച്ചു എന്ന തരത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പോലും ഇന്ന് പേര് പറയാതെ മറ്റൊരാൾ മർദ്ദിച്ചു എന്ന് ഇത് മുഴുവനും താങ്കളുടെ തലയിൽ കെട്ടിവെച്ച് പോലീസിനെ തടിയൂരാനും, അല്ലെങ്കിൽ ആ കസ്റ്റഡിയിലെടുത്ത ഈ സിയാദ് ചികിത്സയിലിരിക്കുക, മരിച്ചിട്ടില്ല, അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടല്ല ഈ സംഭവം, മഞ്ഞപ്പിത്തം ബാധിച്ചാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മുഴുവനും ഇപ്പൊ താങ്കളുടെ തലയിലേക്കാണ് ഇത് വരുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പണിക്ക് പോന്നു. ഞങ്ങളെ വീട്ടിൽ ഞാനും അമ്മയും ഒരു ചേട്ടനും ഉണ്ട്. ഞാൻ രാവിലെ എണീറ്റ് പണിക്ക് പോന്നു. വൈകിട്ട് അന്നത്തെ ദിവസം ഈ കൊണ്ടുപോയ ഞാൻ ഇടിച്ചെന്ന ദിവസം ഞാൻ പണിക്ക് ഇരിക്കുവാണ്. രാവിലെ 8:30 ആയപ്പോൾ പണി സൈറ്റിൽ കയറിയിട്ട് 5:30 വീട്ടിൽ കിടന്നത്. ഞാൻ പോയിട്ടില്ല വേറെ. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ഈ കുറ്റം. എന്റെ പേരിലാണ് വന്നേക്കുന്നത്. സിയാദിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നും, ഞാൻ അവരെ കണ്ടിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഇയാളെ കണ്ടിട്ടില്ല. ഞാൻ ഫോൺ മേടിക്കാൻ വന്നപ്പോൾ കണ്ടതേ ഉള്ളൂ, അല്ലാതെ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുമില്ല, ഫോണിലും സംസാരിച്ചിട്ടില്ല. ഒരു വൈരാഗ്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഉറപ്പാണല്ലോ? നിങ്ങൾ മർദ്ദിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന ചില മൊഴികൾ. ഞാൻ മർദ്ദിച്ചിട്ടില്ല. ഞാൻ മർദ്ദിച്ചിട്ടില്ല. ഒരു വട്ടവേ കണ്ടിട്ടുള്ളൂ. ഒറ്റ വട്ടേ കണ്ടിട്ടുള്ളൂ. അത് രാത്രി. അത് പുലർച്ചെ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ, നിങ്ങളുടെ വീട്ടിനുള്ളിൽ, വീട്ടിന്റെ അടുത്ത് അല്ല, റോട്ടിൽ വന്നു. അപ്പൊ അപ്പുറത്തെ എല്ലാം ചോദിച്ചു താഴാണോ ഫോൺ മേടിക്കാൻ വന്ന് ഞാൻ പറയുകയും ചെയ്തു, അല്ല ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വെളിപ്പെടുത്തൽ ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ സിയാദിനെ പിടികൂടുന്നത് ജൂൺ 16 തീയതി രാത്രി 12 മണിക്ക്. അതിന് 3 ആഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ഒരു പ്രശ്നം, അദ്ദേഹം പ്രണയിക്കുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് സിയാദ് അതിൽ ഇടപെടുകയും ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ വാങ്ങാനാണ്, അതും ഇദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്ത് പുലർച്ചെ ചെല്ലുക. അത് 3 ആഴ്ച മുമ്പ് മാത്രമാണ്. പക്ഷേ ഈ ജൂൺ 16 അതിന് ശേഷം മറ്റൊരാൾ കൂടി മർദ്ദിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്ക് പോലീസ് ഭാഷ്യം അങ്ങനെ കൊണ്ടുവരുന്നു. ഈ കേസ് തന്നെ അപ്പടി അട്ടിമറിച്ചുകൊണ്ട് ഇതിൽ പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കി സമൂഹത്തെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ അന്വേഷണ സംഘത്തെ കൊണ്ടുപോകുന്നു. അതിനൊപ്പം തന്നെ അന്വേഷണ സംഘത്തെ കോമാളികളാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ നോക്കുകുത്തിയാക്കി ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അതിന് ആ റിപ്പോർട്ട് പോലും വരുന്നതിന് മുമ്പ് പ്രീമച്ചർ സ്റ്റേജിൽ തന്നെ അതിനെ മുഴുവനും ഇത് ഇങ്ങനെയാണ് എന്ന് വരുത്തി മുഖ്യമന്ത്രി പറയാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരേ നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സിയാദിന് നീതി?